കിഴക്കൻ റഫയിൽ പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ രൂക്ഷ യുദ്ധം നടക്കുന്നതായി റിപ്പോർട്ട് വരുന്നു. റഫ വിട്ട് 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ കൂട്ടപലായനം ചെയ്യുകയാണ്. ഇസ്രയേൽ നടപടിയിൽ പ്രതിഷേധിച്ച് അമേരിക്ക ആയുധങ്ങൾ അയക്കുന്നത് നിർത്തിവെച്ചുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അവസരത്തിൽ പി ജെയിംസ് വിശദാംശങ്ങളുമായി ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ പോക്ക് വല്ലാത്ത പോക്ക് തന്നെയാണ് അല്ലേ? ഇസ്രായേൽ ആർക്കും വഴങ്ങുന്നില്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഹിറ്റ്ലറെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് എതിരാളികളും ലോകരാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. കാരണം ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി കസേരയാണ് വിലപ്പെട്ടത്. അമേരിക്ക അടക്കം ഇവർക്ക് ബോംബുകളും ആയുധങ്ങളൊക്കെ നൽകുന്നത് ഏറ്റവും കൂടുതൽ അമേരിക്കയാണ്. അമേരിക്ക അടക്കം അന്ത്യശാസനം നൽകിയിട്ടും അവർ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി കേൾക്കുന്നത് അവരുടെ ഘടകകക്ഷികളായ വലതുപക്ഷ തീവ്ര സിയോണിസ്റ്റുകളെയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് യുദ്ധം നിർത്തിയാൽ, റഫ ആക്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കും. പ്രധാനമന്ത്രി കസേര പോകുന്നതിനെക്കുറിച്ചുള്ള ഭീതിയായിരിക്കും ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇത്ര ക്രൂരമായി പെരുമാറാൻ പ്രേരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ റഫയിൽ നിന്ന് 100,000-ഓളം പേരോട് അവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞിട്ട് 48 മണിക്കൂറേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ഏതാണ്ട് 10,000-കണക്കിന് ആൾക്കാർ ഓടുകയാണ്. ഈ ഓട്ടത്തിൻ്റെ പലായനത്തിൻ്റെ ചരിത്രം നോക്കിയാൽ യുദ്ധം തുടങ്ങി 7 മാസം കഴിഞ്ഞതേ ഉള്ളൂ. വടക്കൻ ഗസയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഓട്ടം. വടക്കൻ ഗസയാണ് ആദ്യം ആക്രമിച്ചത്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ തെക്കൻ ഗസയിലേക്ക് പോയിക്കോളൂ. തെക്കൻ ഗസയിലേക്ക് ഓടി. അപ്പോഴാണ് ഈ തെക്കൻ ഗസയിലെ റഫയിലും ഖാൻ യൂനിസ് അടക്കമുള്ള നഗരങ്ങളിലൊക്കെ അവർ തമ്പടിച്ച് ഏതാണ്ട് 10-20 ലക്ഷത്തോളം പേർ താമസിച്ചത്. അത് കഴിഞ്ഞു തെക്കൻ നഗരങ്ങളിൽ ഹമാസിനെ തേടുന്നു എന്നുള്ള രീതിയിൽ ഖാൻ യൂനിസ് കേന്ദ്രമാക്കി അറ്റാക്ക് നടന്നു. ഇവിടെ വടക്കൻ ഗസയ്ക്ക് അടുത്തുള്ള അൽഷിഫയിൽ ആക്രമണം നടന്നു. ഇതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ മധ്യ ഗസയിൽ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും റഫ കേന്ദ്രീകരിച്ച്, കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് റഫയിലാണ്. അവിടെ 2 ലക്ഷം പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ 15 ലക്ഷം പേരുണ്ട്. അപ്പോൾ 13 ലക്ഷം പേരും അവിടെ അഭയാർത്ഥികളാണ്. അവർ ഈജിപ്ഷ്യൻ അതിർത്തിയാണ്. അതിൻ്റേത് കടന്ന് എങ്ങനെയെങ്കിലും ഈജിപ്തിലേക്ക് വാക്തത്വ ഭൂമിയിൽ എത്താൻ സാധിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ്. കാരണം ഗസയിൽ പട്ടിണിയാണ്, രോഗമാണ്, ആൾക്കാർ മരിച്ചു വീഴുകയാണ്. മരിച്ചവരുടെ സംഖ്യ 35,000-ഓളം അടുക്കുന്നു. കുഞ്ഞുങ്ങൾ 15,000-ലേറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. സ്ത്രീകൾ 10,000-ഓളം സ്ത്രീകളും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജനം ഇങ്ങനെയായിരിക്കുന്ന സമയത്താണ് വല്ലാത്ത രീതിയിലുള്ള യുദ്ധം നടക്കുന്നത്. ഇതിനെതിരെ അമേരിക്ക ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ജോ ബൈഡൻ പറഞ്ഞു ഇത് പറ്റില്ല, അവസാനം ഇതാ ഈ 1000 കിലോ തൂക്കമുള്ള ബോംബുകൾ, അത് വലിയ ബോംബുകളാണ്, 1800 സീരീസിൽപ്പെട്ട ബോംബുകളാണ്, അതടക്കമുള്ള ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേലിൽ ഈ നടക്കുന്ന യുദ്ധത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിന്റെ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ജെയിംസെ, മറ്റൊരു കാര്യം, ഇനി നമ്മൾ ഈ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് പോയാൽ കീവ് അടക്കം പല യുക്രൈൻ പ്രദേശങ്ങളിലും റഷ്യ മിസൈൽ അറ്റാക്ക് നടത്തി എന്ന് വരുന്നു. ഏതാണ്ട് 70ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ വധശ്രമത്തെ അതിജീവിച്ച വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത് തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ്. വാണിംഗ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. എന്താണ് യുക്രൈൻ യുദ്ധമുഖത്തെ വിവരങ്ങൾ? റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഓർക്കുന്നുണ്ടാവും, സെക്കൻഡ് വേൾഡ് വാറിൽ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയെ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെടുത്തിയതിൻ്റെ വിക്ടറി ഡേ റഷ്യയിൽ ആഘോഷിക്കുന്നത് ഇന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട്, വിക്ടറി ഡേയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുരുതുരെ ആക്രമണം നടത്താൻ അവരെ നിർബന്ധിച്ചത്. കീവ്, ഉക്രൈൻ്റെ തലസ്ഥാനം, അതുപോലെ വെസ്റ്റേൺ ഭാഗത്ത് പടിഞ്ഞാറൻ ഉക്രൈനിൽ വല്ലപ്പോഴാണ് ആക്രമിക്കാറുള്ളത്. ലിവ്, ഇന്ത്യൻ വിദ്യാർത്ഥികൾ അതുവഴിയാണ് കൂടുതൽ രക്ഷപ്പെട്ടു വന്നത്. ലിവ് അടക്കമുള്ള സഫ്രോഷ്യ, തെക്കൻ ഭാഗത്ത് കിഴക്കൻ പ്രദേശങ്ങളിലടക്കം നിരവധി നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് പ്രധാനമായിട്ട് എനർജി സെൻറ്റേഴ്സ് എന്ന് പറയുന്ന വൈദ്യുത കേന്ദ്രങ്ങളൊക്കെയാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഇരുട്ടിലായിരിക്കുന്നു. പലയിടത്തും നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത വരുന്നുണ്ട്. മരണസംഖ്യയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇനിയും വന്നിട്ടില്ല. എന്തായാലും ഏറ്റവും ആദ്യം അവർ പ്രയോഗിച്ചിരിക്കുന്നത് 50 മിസൈലുകൾ, ഇറാനിൽ നിർമ്മിച്ച ഷഹേദ് ഡ്രോണുകൾ 20 എണ്ണം. പിന്നെയും പ്രയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ആക്രമിക്കുമെന്ന് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതാണ്. അതിൻ്റെ പിന്നിൽ ഉക്രൈൻ ഉദ്യോഗസ്ഥരെ പൈസ കൊടുത്ത് രംഗത്തിറക്കിയത് റഷ്യയാണെന്നുള്ള വാർത്ത വന്നിരുന്നു. അപ്പോൾ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പ്രത്യാക്രമണം നടത്തും. അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള
യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യുക്രൈൻ വീണ്ടും ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. ഇതിനിടയിൽ SKN വളരെ ഇതായിട്ടുള്ളൊരു കാര്യം, ഉക്രൈനിലേക്ക് ഇത്രയും ആയുധങ്ങൾ കൊടുക്കാൻ ഇത് പാസ്സാക്കി കൊടുത്തതിൻ്റെ പേരിൽ റിപ്പബ്ലിക്കനായിട്ടുള്ള മൈക്ക് ജോൺസിനെതിരെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ അവിശ്വാസ പ്രമേയം വന്നിരുന്നു. പക്ഷേ രണ്ടു പക്ഷവും ചേർന്ന് നിന്ന് അവിശ്വാസ പ്രമേയത്തെ പരാജയപ്പെടുത്തി. ഏതാണ്ട് 350ഓളം വോട്ട് ലഭിച്ചു മൈക്ക് ജോൺസിന്. എതിർത്തവർക്ക് 43 വോട്ടേ ഉള്ളൂ. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൺസർവേറ്റീവ്സാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അത് ഉക്രൈൻ്റെ പേരിൽ തന്നെയാണ് SKN. അപ്പോൾ എന്തായാലും ഇത് വല്ലാത്ത രീതിയിലേക്ക് യുക്രൈൻ യുദ്ധം പോവുകയാണ്. 2 വർഷവും 3 മാസവും പിന്നിട്ടിരിക്കുന്നു. യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിടിച്ചടക്കുമെന്നുള്ള വാശിയിലാണ്. കാരണം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കും എന്നടക്കമുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നു. ബ്രിട്ടീഷ് ആയുധങ്ങൾ പ്രയോഗിക്കാൻ ബ്രിട്ടന് അനുമതി നൽകിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഒരു കാര്യം കൂടി ഇപ്പോൾ പുടിൻ പറയുന്നുണ്ട്, ഞങ്ങൾ ആണവ പ്രയോഗം വേണ്ടി വന്നാൽ നടത്തും. അതിൻ്റെ ഭാഗമായി ആണവ ഡ്രില്ലുകൾ നടത്തുകയാണ് റഷ്യ. അപ്പോൾ ഇങ്ങനെ വല്ലാത്ത രീതിയിലുള്ള ആശങ്ക ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പേരിലും ലോകമെമ്പാടും ഉണ്ടായിരിക്കുകയാണ്. SKN ജെയിംസെ, മറ്റൊരു കാര്യം, ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഭീഷണിയായിട്ട് ഈ ഭൂട്ടാനിലെ ചില പ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. ഇന്ത്യക്ക് ഒരു വലിയ ത്രെട്ടാവും. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN നമ്മളെപ്പോഴും പറയാനുള്ളൊരു പ്രദേശമാണ് ഈ ചിക്കൻ സ്നെക്ക്. കാരണം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് വടക്ക് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ, നോർത്ത് ഈസ്റ്റിലേക്ക് പോകണം, വടക്ക് കിഴക്കൻ ഇതിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ചിക്കൻസ് നെസ്റ്റ്. അത് ഒരു ഭാഗത്ത് ഭൂട്ടാൻ, അപ്പുറത്ത് ചൈന അടക്കമുള്ള ഇതിൻ്റെ നടുവിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അപ്പോൾ ഭൂട്ടാൻ്റെ ഭാഗങ്ങളാണ് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നത്. ആ പ്രദേശങ്ങൾ അനധികൃതമായി ഈ മാന്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല 3 പ്രദേശങ്ങൾ പിടിച്ചെടുത്തതിൻ്റെ ഗ്രാഫുകൾ, സാറ്റലൈറ്റ് ചിത്രങ്ങൾ വന്നു കഴിഞ്ഞു. SKN വലിയ അപകടകരമാണ്. കാരണം ചൈനയുടെ ലക്ഷ്യം ഇതിങ്ങനെ നേർത്ത് കൊണ്ടുവന്ന് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക്, ആസാം, മേഘാലയ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇന്ത്യക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ അത് തടയിടുക എന്ന ഒരു വലിയ ഗൂഢ ലക്ഷ്യമാണ് ചൈനയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അല്പം ആശങ്കയുണ്ട്. എന്നാൽ ആ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഭൂട്ടാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. പക്ഷേ ഭൂട്ടാനും ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത വിധത്തിൽ ചൈന ഗ്രാബ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയായിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ ചൈനയുടെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങ് ഫ്രാൻസിലാണ്. ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ട് ഇന്നലെ 2ാം ദിവസം നീണ്ട ചർച്ചകൾ നടത്തിയിരുന്നു. ഒരു കാര്യത്തിൽ അവർ യോജിച്ചു, ഇസ്രായേലും പാലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ 2 രാജ്യങ്ങൾ, ഇസ്രായേൽ ഇപ്പോൾ രാജ്യമാണ്, പാലസ്തീന് സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന കാര്യത്തിൽ ചൈനയും ഫ്രാൻസും 2 വ്യത്യസ്ത ധ്രുവങ്ങളിലാണെങ്കിൽ അവർ യോജിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഫ്രാൻസ് ഇസ്രായേലിൻ്റെ കൂടെയാണ്, പാലസ്തീൻ്റെ കൂടെയാണ് പൊതുവെ ചൈന. അപ്പോൾ എന്തായാലും അവർ ആ കാര്യത്തിൽ യോജിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. പക്ഷേ യൂറോപ്പിൽ തടഞ്ഞ വ്യാപാരം പുനരാരംഭിക്കാൻ വേണ്ടി കൂടിയാണ് ചൈനീസ് പ്രസിഡന്റ് അവിടെ എത്തിയത്. പക്ഷെ അതിന് അനുകൂലമായിട്ട് ഫ്രാൻസും അതുപോലെ യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ ഇവിടെ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. വലിയ രീതിയിൽ, കാരണം ചൈന വല്ലാത്ത ലാഭമെടുക്കുന്നു, വലിയ രീതിയിൽ നികുതി ചുമത്തുന്നു, ഇത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ മറ്റേ യൂറോപ്യൻ യൂണിയൻ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ചകൾ, വ്യാപാരം സംബന്ധിച്ചുള്ള ചർച്ചകൾ പരാജയപ്പെട്ടു. എന്ന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇതിൽ താല്പര്യമില്ല. യൂറോപ്പ് ചൈനയുമായി കൂടുതൽ വ്യാപാരം നടത്തുന്നതിനെ അവർ എതിർക്കുകയും ചെയ്യുന്നു. പണ്ട് ജർമ്മനിയുടെ ഏഞ്ചല മെർക്കലുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്ന ഏറ്റവും വലിയ എതിർപ്പ് തന്നെ ഈ വ്യാപാരത്തിൻ്റെ പേരിലായിരുന്നു. ജർമ്മനി ഒരുപാട് അടുത്ത് നിന്നിരുന്നു ചൈനയുമായിട്ട്. ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുകയാണ്. താങ്ക് യു, PP ജെയിംസ്. വിദേശ വാർത്തകളുമായി PP ജെയിംസ് ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ.